ഓറയിലെ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ എമറാൾഡ് ഗ്രീൻ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെല്ലാം വരുന്നത് ഈ എമറാൾഡ് ഗ്രീനാണ്. ഓറയുടെ ഓണർക്ക് എമറാൾഡിനോടൊരു പ്രത്യേക അഫക്ഷനുണ്ട്, അതിനോടൊപ്പം തന്നെ ബട്ടർഫ്ലൈയോടും ഉണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കേട്ടോ ഇന്നെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ആദ്യത്തേത് ഫസ്റ്റ് എന്ന് പറയുന്നത് ചെയിനാണ്. ചെയിൻ നോക്കിയാലറിയാം, ചെയിൻ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ചെയിനാണ്. അതിൽ നോക്കിയറിയാം ചെറിയ എമറാൾഡിൻ്റെ സ്റ്റോൺസ്, അതിൻ്റെ അടിയിൽ കുറച്ചുകൂടി സെക്കൻഡ് ലെയർ വരുന്നതിൽ നോക്കിയാലറിയാം നല്ല ഭംഗിയുള്ളൊരു കുറച്ചുകൂടി ലാർജ് ആയിട്ടുള്ളൊരു എമറാൾഡ് ഗ്രീൻ സ്റ്റോൺ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു ചെയിനാണ്. അതിനോട് മാച്ചാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനോട് പെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ 2 ഇയറിങ്സ് കൂടി ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇയറിങ്സിൻ്റെ ഭംഗി എന്തുമാത്രം ഈ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ വളരെ ക്യൂട്ട് ആൻഡ് എലഗൻ്റ് അല്ലെങ്കിൽ യുണീക്ക് പീസ് തന്നെ പറയാം കേട്ടോ. അതുപോലുള്ളൊരു ഇയറിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിയാൽ അറിയാം, അതിനകത്ത് ആ ഡയമണ്ട് ഫിനിഷിങ്ങോട് കൂടി വരുന്ന സ്റ്റോൺസ് ആണ്. അത്രയും നല്ലൊരു പെയറിംഗ് ആണ് കേട്ടോ ഈ പറയുന്ന ചെയിൻ വിത്ത് ഇയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്തതൊരു 3 നെക്സ്റ്റ് വരുന്നത് ഒരു എമറാൾഡ് ഗ്രീൻ എമറാൾഡ് ലവ്, ക്രൗണ്ട് എമറാൾഡ് ലവ് എന്ന് പറയുന്ന പെൻഡൻ്റാണ്. ക്രൗണ്ട് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഒരു ഭംഗി ഇതിനകത്ത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നോക്കിയാൽ അറിയാൻ പറ്റും. അത്രയും എമറാൾഡ് ലവിന് ഒരു ക്രൗൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ക്രൗണിൽ നല്ല വൈറ്റ് സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. എമറാൾഡിൻ്റെ ഭംഗി എന്തുമാത്രം വീഡിയോയിൽ ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെ അടിപൊളി ഒരു യുണീക്ക് പീസാണെന്ന് കൂടി പറയാം കേട്ടോ. അതുപോലുള്ളൊരു ചെയിനാണിത്, ചെയിൻ വിത്ത് പെൻഡൻ്റാണ്. അതിന് മാച്ചാകുന്ന തരത്തിൽ നമ്മൾ 2 ഇയറിങ്സ് കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നോക്കിയാൽ അറിയാം ഇപ്പോൾ എന്തുമാത്രം വീഡിയോ കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഒരു സെറ്റ് ഇത് അടിപൊളിയായിരിക്കും. നല്ല സിമ്പിളാണ്, എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ജ്വല്ലറീസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം ആൻറ്റി ടാർണിഷാണ്, വാട്ടർ പ്രൂഫാണ്, ഹൈപ്പോ അലർജിക്കാണ്. നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് 2 ഇയേഴ്സ് ഗ്യാരണ്ടി പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും ഡെയിലി യൂസ് ചെയ്താൽ പോലും 6 to 8 months നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെൻഡൻറ്റും ചെയിൻസൊക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയറിങ്സ്, നമ്മുടെ ജ്വല്ലറീസ് എല്ലാം തന്നെ ആൻറ്റി ടാർണിഷാണ്. ഇപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന എല്ലാം ആൻറ്റി ടാർണിഷ് ജ്വല്ലറികൾ തന്നെയാണ്. അടുത്തൊരു എമറാൾഡ് ബട്ടർഫ്ലൈ വിത്ത് ഇൻവിസിബിൾ പെൻഡൻറ്റ് വരുന്നതാണ്. നോക്കിയാൽ അറിയാം, വളരെ ഇൻവിസിബിൾ പെൻഡൻറ്റ് കണ്ടോ, അടിയിലെ വരുന്നിരിക്കുന്ന ഇൻവിസിബിൾ പെൻഡൻ്റാണ്. അതിനോടൊപ്പം തന്നെ എമറാൾഡ് ഗ്രീൻ ചെയ്തിട്ട് അതിൻ്റെ ചെറിയ വൈറ്റ് സ്റ്റോൺസും, അതുപോലെ തന്നെ മുകളിൽ ബട്ടർഫ്ലൈയുടെ ഒരു ആൻറ്റിനെ പോലെ അതിൻ്റെ ടോപ്പിൽ 2 ചെറിയ വൈറ്റ് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നല്ല ഒരു യുണീക്കായിട്ടുള്ളൊരു പീസായിട്ട് വന്നിരിക്കുന്നൊരു ബട്ടർഫ്ലൈ തന്നെയാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ DM ചെയ്യുക കേട്ടോ. ഈ ഒരു സെറ്റ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സ്നേക്ക് ചെയിനാണ്, കാണുമ്പോൾ അറിയാൻ പറ്റും സ്നേക്ക് ചെയിനാണ്. സ്നേക്ക് ചെയിനിൽ എമറാൾഡ് ലവിൻ്റെ സ്റ്റോൺസ് അതിൻ്റെ പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈയുടെ പെൻഡൻറ്റ്, ബട്ടർഫ്ലൈയുടെ എമറാൾഡിൻ്റെ ഇയറിംഗ് കൂടി ഇതിന് മാച്ചായിട്ട് വരും. അതിനോടൊപ്പം തന്നെ നമ്മളൊരു കട ബ്രേസ്ലെറ്റ് കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കട ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് അത് ഒരു ബട്ടർഫ്ലൈ അറ്റാച്ച് ചെയ്തിട്ടുള്ള സെയിം, അതിനകത്ത് ഈ ഒരു ചെയിനിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബട്ടർഫ്ലൈയോട് മാച്ചായിട്ട് വരുന്ന ബട്ടർഫ്ലൈസും 2 സ്റ്റോൺസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കട ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ DM ചെയ്യാം. താങ്ക്